മഹാത്മാഗാന്ധിയുടെ പത്നി കസ്തൂർബ ഗാന്ധിയുടെ 82ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കസ്തൂർബ ഗാന്ധി ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ മഹത്തരമായ പ്രതീകമാണെന്ന് ഗാന്ധിദർശൻ വേദി ജില്ലാ ചെയർമാൻ ഡോക്ടർ പി വിജയകുമാർ അഭിപ്രായപ്പെട്ടു. കസ്തൂർബ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ പത്നി, അതായത് ഇന്ത്യയിൽ അന്ന് ജീവിച്ചിരുന്ന സ്ത്രീരത്നങ്ങളുടെ മഹത്തായ പ്രതീകമായിരുന്നു കസ്തൂർബ ഗാന്ധി. ആ കസ്തൂർബ ഗാന്ധി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഗാന്ധിജിക്ക് 13 വയസ്സും കസ്തൂർബ ഗാന്ധിക്ക് 14 വയസ്സുമുള്ളപ്പോൾ അവർ വിവാഹിതരാകുന്നു. ആ വിവാഹത്തിന് ശേഷം അവരന്ന് ആ വിവാഹ സമയത്ത് തന്നെ, ചെറിയ കുട്ടികളായിട്ടുള്ള അന്ന് അവർക്ക് വിവാഹത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലായിരുന്നു. അവർ ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു കളിയും ഒരു തമാശയും അതുപോലെ തന്നെ ഒരു വിരുന്നും ഒരു ഭക്ഷണം നല്ല കഴിക്കലും നല്ല ഉടുപ്പ് ധരിക്കലും മാത്രമുള്ള ഒരു പരിപാടിയായിട്ടാണ് അന്ന് അവരതിനെ കണ്ടിരുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിയുന്നു. മഹാത്മാഗാന്ധി പഠന കാര്യങ്ങൾക്ക് വേണ്ടി ലണ്ടനിലേക്ക് പോകുന്നു. അങ്ങനെ ലണ്ടനിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ ലണ്ടനിൽ പോയി ആ വക്കീൽ ഭാഗം പഠിച്ചു വന്നതിന് ശേഷം ആ വക്കീൽ ഭാഗം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നു. ആ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുമ്പോൾ കസ്തൂർബ ഗാന്ധിയെയും അതുപോലെ തന്നെ കുട്ടിയെയും അങ്ങോട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വേദി ജില്ലാ ചെയർപേഴ്സൺ KT പുഷ്പവല്ലി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺവീനർ P പ്രീത മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധിദർശൻ വേദി ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ A ശിവരാമകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം A ഗോപിനാഥൻ, K അജിത, രാധാ ശിവദാസ്, ശാന്തിരാജൻ, M സാവിത്രി, VR കുട്ടൻ, H സത്താർ തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.